അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. അനൂപ്, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനം സാക്ഷികളെ സ്വാധീനിക്കരുത്, ചോദ്യം ചെയ്യലിന് ഹാജരാകണം. രണ്ട് വ്യവസ്ഥകൾ. ആ രണ്ട് വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ ജാമ്യ ഉപാധി എന്ന് പറയുന്നത്. അല്ല, സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ ജാമ്യം അനുവദിക്കുമ്പോൾ കുറ്റം ചുമത്തപ്പെട്ടവർ പാലിക്കേണ്ട ജാമ്യ വ്യവസ്ഥകൾ ഈ മൂന്ന് പ്രതികളും പാലിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സാക്ഷികളെ സ്വാധീനിക്കരുത്. അതോടൊപ്പം തന്നെ സമാന കുറ്റകൃത്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്ത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ സ്വാധീനിക്കുകയോ അതോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത്തരത്തിൽ സ്വാഭാവികമായും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ തന്നെ പ്രതികൾ പാലിക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണത്തിൽ അല്ലെങ്കിൽ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സഹകരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം എന്നുള്ളതാണ്. ഏതായാലും വിശദമായ ഉത്തരവ് പരിശോധിച്ചാൽ മാത്രമാണ് ഏതരത്തിൽ വ്യവസ്ഥകളാണ് ഇതിൽ പുതിയ ഏതെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്നതും മറ്റും പരിശോധിക്കാനാവുക. ഏതായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയത്തിന് ശേഷം ഇത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മൂന്ന് പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതോടൊപ്പം KK ഗോപിനാഥൻ കോൺഗ്രസ് നേതാവ്, ഇവർക്കെല്ലാം മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അല്പസമയം മുമ്പ് ഉത്തരവിറക്കിയത്. ഇന്ന് രാവിലെ കേസ് എടുത്തുവെങ്കിലും പിന്നീട് ഇന്ന് വൈകിട്ട് 4 മണിക്കത്തേക്ക് കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ കേസ് ഡയറിയാണ് പോലീസ് ഉൾപ്പെടെ നൽകിയത്, കോടതിയിൽ സമർപ്പിച്ചത്. നിർണായകമായ തെളിവുകൾ ഉൾപ്പെടെ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യാ കുറിപ്പ് പ്രാഥമികമായി മരണക്കുറിപ്പായി തന്നെ പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് എതിർത്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വാദം നടക്കുമ്പോൾ പ്രതിഭാഗം വാദിച്ചത്. ഏതായാലും വിശദമായ അന്വേഷണം സ്വാഭാവിക ജാമ്യം ലഭിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരും. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഇവർക്കെല്ലാം ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഏതായാലും ഉണ്ടാകും. ആ വിധത്തിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അനൂപ്, ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്, അതായത് എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഇവർ നടത്തിയ ഇടപെടലുകൾ അത് നിയമന കോഴ അടക്കമുള്ള കാര്യങ്ങൾ. ഇടനിലക്കാരനായി NM വിജയനെ ഉപയോഗപ്പെടുത്തി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയ ശേഷം അവർക്ക് ജോലി കിട്ടാതിരിക്കുന്നു, അവർ പണം തിരികെ ലഭിക്കുന്നില്ല. സ്വാഭാവികമായും NM വിജയൻ്റെ കുടുംബത്തിലേക്കും NM വിജയനിലേക്കും ഭീഷണിയുമായി അവരെത്തുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത്. ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണ്. ഞങ്ങൾ പണം തരുന്നില്ല, നിങ്ങൾ പണം തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു മാർഗമില്ല എന്ന് പറയുന്നത്, ഞാൻ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും അവർ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. അതിന് വലിയ വ്യാഖ്യാനങ്ങളുടെ ഒന്നും കാര്യമില്ല. പക്ഷേ എങ്ങനെ ഇവിടെ കോടതിയിൽ അവർ വാദിച്ചു എന്നുള്ളത്, പ്രോസിക്യൂഷന്റെ നിലപാടുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഒപ്പം തന്നെ ഈ പ്രതിഭാഗം എന്താണ്, IC ബാലകൃഷ്ണന്റെ അഭിഭാഷകർ എന്താണ് ചൂണ്ടിക്കാട്ടിയെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ആരോപണങ്ങളിൽ ഉള്ളതായിട്ട്, അതായത് IC ബാലകൃഷ്ണൻ MLAക്കും ND അപ്പച്ചനും ഈ മരണക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ ആ വിധത്തിൽ ഇടപെടലുകൾ അവർ നടത്തിയിട്ടില്ല തുടങ്ങിയതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഏതായാലും അതിനാസ്പദമായ സംഭവങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. അതിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടമാണ് ഏതായാലും ഇപ്പോഴുള്ളത്. കൂടുതൽ ഇതിൽ സംഭവങ്ങളുടെ ഈ കേസിന്റെ പശ്ചാത്തലം തന്നെ ഈ വിധത്തിൽ വലിയ പണം തട്ടിപ്പ് നടക്കുകയും അതിൽ ഈ നേതാക്കൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെട്ട് പിന്നീട് പണം തിരികെ നൽകാത്ത സാഹചര്യവും എല്ലാം ഉണ്ടായി എന്നുള്ളതായിരുന്നു. ഏതായാലും അന്വേഷണത്തിന്റെ പുരോഗതിയിലാണ് ഇക്കാര്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരിക. ഏതായാലും അക്കാര്യങ്ങൾ നടക്കും. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഈ പ്രതികളെല്ലാം ഹാജരാക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടാകും. അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ വിധത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. അതിന്റെ പ്രത്യേക അന്വേഷണ സംഘമെല്ലാം ആ വിധത്തിൽ ഇനി രൂപീകരിക്കേണ്ടതുണ്ട്. അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമെല്ലാം ഉണ്ട്. ഏതായാലും നിലവിൽ ഈ വിധത്തിലുള്ള ഈ ആത്മഹത്യാക്കുറിപ്പും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രാഥമിക തെളിവുകളും മറ്റും പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഒരു കർശനമായ ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഈ പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും മറ്റും ചെയ്യും. ഇപ്പോൾ താൽക്കാലികമായി അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്
ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ അവർക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട സഹകരിക്കേണ്ടതായിട്ട് എല്ലാം വരും. വിജിലൻസ് അന്വേഷണം ഒപ്പം നടക്കുന്നുണ്ട്. വിജിലൻസിനും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ നിന്ന് മൊഴി ശേഖരിക്കേണ്ടതുണ്ട്. ഏതായാലും ആ വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കുകയാണ്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഉത്തരവുമേൽ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നമുക്ക് പ്രോസിക്യൂഷന്റെ പ്രതികരണം അല്ലെങ്കിൽ ഉത്തരവിന്റെ പകർപ്പെല്ലാം ലഭ്യമായതിനു ശേഷമാണ് ഏതെല്ലാം വിധത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ, ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ട് എന്നത് മനസ്സിലാക്കാനാവുക. ഏതായാലും അല്പസമയത്തിനകം അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. ശരി അനൂപ്, കൂടുതൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നിയമന തട്ടിപ്പ് എൻ വിജയൻ്റെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മുൻകൂർ ജാമ്യം അപേക്ഷിച്ച IC ബാലകൃഷ്ണനും ഒപ്പം തന്നെ ND അപ്പച്ചനും KK ഗോപിനാഥിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.